തൃശൂർ പൂരം കാലക്കലിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. അജിത് കുമാറിന് വീഴ്ച പറ്റിയെന്ന DGPയുടെ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിയും ശരിവച്ചു. തുടർ നടപടിക്കായി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ADGPക്കെതിരായ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പ്രതികരിച്ചു. അതേസമയം ശബരിമലയിലേക്കുള്ള വിവാദ ട്രാക്ടർ യാത്രയിൽ ഡ്രൈവറെ മാത്രം പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ് ലംഘിച്ചതിൽ പത്തനംതിട്ട SP-യോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി വിശദീകരണം തേടി. തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിൽ DGP സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലാണ് ആഭ്യന്തര സെക്രട്ടറി ബിശ്വനാഥ് സിൻഹ MR അജിത് കുമാറിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തത്. ADGPക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്ന റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറി ശരിവച്ചു. ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന നിലയിൽ അജിത് കുമാർ കൃത്യനിർവഹണം നടത്തിയില്ല. പൂരം അലങ്കോലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും ഇടപെടുകയോ തടയുകയോ ചെയ്തില്ല. സംസ്ഥാനത്തെ ഒരു മന്ത്രി പലതവണ ഫോണിൽ വിളിച്ചിട്ടും കോൾ എടുത്തില്ല. മാത്രമല്ല, പ്രശ്നം പരിഹരിക്കാതെ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോയത് ഗുരുതര കൃത്യവിലോപമാണെന്നും മുൻ സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ആഭ്യന്തര സെക്രട്ടറി റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്നും എന്നാൽ പൂരം അലങ്കോലമായതിൽ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെയും പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും സംബന്ധിച്ച് പോലീസിന് മുമ്പാകെ ഒരു അന്വേഷണ കമ്മീഷൻ നടത്തിയിട്ടുള്ള ചോദ്യത്തിന് വളരെ കൃത്യതയോടുകൂടി മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. തുടർ നടപടികളിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. അതിനിടെ ശബരിമല സന്നിധാനത്തേക്ക് പോലീസിന്റെ സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ട്രാക്ടറിൽ MR അജിത് കുമാർ യാത്ര ചെയ്തതിനെ രൂക്ഷമായാണ് ഹൈക്കോടതി വിമർശിച്ചത്. സംഭവം ദൗർഭാഗ്യകരമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ നിന്ന് ADGPയുടെ പ്രവൃത്തി മനഃപൂർവ്വമാണെന്ന് വ്യക്തമെന്നും നിരീക്ഷിച്ചു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആംബുലൻസ് ഉപയോഗിക്കാമായിരുന്നില്ലേ എന്ന് കോടതി ചോദിച്ചു. സ്വാമി അയ്യപ്പൻ റോഡ് വഴി നിയമവിരുദ്ധമായി യാത്ര പാടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിശദീകരണം നൽകണമെന്ന് പത്തനംതിട്ട SP-യോടും ദേവസ്വം ബോർഡിനോടും ആവശ്യപ്പെട്ടു. ഡ്രൈവർക്കെതിരെ പമ്പ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വാഹനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവിയുടെ പേരിലാണെങ്കിലും ട്രാക്ടറുടെ ഡ്രൈവറെ പ്രതി ചേർത്താണ് FIR. അജിത് കുമാറിനെ സംരക്ഷിക്കാനാണ് പോലീസ് ശ്രമമെന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിവാദയാത്രയിൽ MR അജിത് കുമാറിനെ പരിഹസിച്ച് റവന്യൂ മന്ത്രി K. രാജൻ രംഗത്തെത്തി. മലയാളത്തിൽ വകതിരിവ് എന്നൊരു വാക്ക് പറയും. അത് ഓരോരുത്തരും ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങളാണ്. അത് പ്രത്യേകമായിട്ട് ഏതെങ്കിലും ട്യൂട്ടോറിയലിൽ നിന്നോ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ പഠിപ്പിക്കുന്നതല്ല. ഓരോരുത്തരുടെയും ശൈലിയും സ്വഭാവം അനുസരിച്ചിരിക്കും. സന്നിധാനത്തേക്ക് സാധനം കൊണ്ടുപോകുന്ന ട്രാക്ടറിൽ യാത്ര ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് 2021 ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിട്ടിരുന്നു. ഈ ഉത്തരവിന് വിരുദ്ധമാണ് ADGPയുടെ യാത്രയെന്നാണ് സ്പെഷ്യൽ കമ്മീഷണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.